ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു ടിഫിൻ ഐറ്റമാണ്. നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറിനും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ ചട്നി കൂടി കാണിക്കുന്നുണ്ട്. ഇത് 1 കപ്പ് പച്ചരിയാണ്. ഇതിനെ കുതിർക്കാൻ വയ്ക്കണം. നന്നായിട്ട് കഴുകി, കല്ലൊക്കെ ഉള്ള അരിയാണെങ്കിൽ അതിനെ നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനെ അരിച്ച ശേഷം പിന്നെ ഒരു 2 മണിക്കൂർ കുതിർത്താൽ മതി. ഞാനതിനെ കുറച്ച് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ഒഴിച്ച് കുതിർക്കുകയാണ്. അപ്പോൾ എളുപ്പം 1 മണിക്കൂറിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും. ഇതിനെ മിക്സിൻ്റെ ജാറിനകത്ത് ഇട്ട ശേഷം ഒരു 1.5 കപ്പ് വെള്ളം, ഞാൻ ടോട്ടൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അതിന് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ അരച്ചെടുക്കണം. നൈസായിട്ട് അരയ്ക്കരുത്, തരിതരിപ്പായിട്ട് റവ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഒട്ടൽ വരും. അരച്ച ശേഷം അതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ വറ്റൽമുളക് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും, പിന്നെ കടുക്, ജീരകം കുറച്ച്, കായപ്പൊടി, പിന്നെ കറിവേപ്പില, പിന്നെ തേങ്ങ ഒരു 3/4 കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഇത് എണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണയാണ്. നെയ്യ് വേണമെങ്കിലും ചേർക്കാം, ഇഷ്ടമുള്ളവർ അത് ചേർക്കാം. ഇതിലേക്ക് കടുക് ഇട്ടു, പിന്നെ ജീരകം ചേർക്കണം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. കായപ്പൊടി വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, ഞാൻ ലാസ്റ്റാണ് ചേർത്തത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കി വറ്റൽമുളക് അരിഞ്ഞതും പച്ചമുളകും ക്യാരറ്റും, ഇതിനൊന്നും അധിക സമയം വഴറ്റി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ചൂടിൽ തന്നെ പെട്ടെന്ന് മൂത്ത് കിട്ടിക്കോളും. പച്ചമുളക് ചേർത്തു. ഇനി ക്യാരറ്റൊക്കെ ഒത്തിരി സമയം ഇട്ട് വഴറ്റി ഇതാക്കേണ്ട, ചെറുതായിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തത്. നിങ്ങൾ വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ തീയിലിട്ട് കുറച്ചൊന്ന് വാടി കിട്ടണം. കായപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അത് ആദ്യമേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. മാവ് അരച്ചതിനെ ഒന്ന് ഇളക്കി, അത് അടിയിൽ ഇങ്ങനെ സെറ്റായിട്ടിരിക്കും മിക്സിയുടെ അടിയിൽ. അതിനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാൻ. ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇപ്പം തന്നെ കൈയെടുക്കാണ്ട് ഇളക്കി, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പം നിങ്ങൾ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കൈയെടുക്കാണ്ട് ഇളക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കുറുകി വരും. ചെറിയ തീയിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അത് വെന്ത് കിട്ടൂല. വെള്ളം വറ്റും, പക്ഷേ വേവ് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കട്ടിയായിട്ട് വരും. നല്ല ഉരുണ്ട് വരുന്ന പാകത്തിൽ നമ്മൾ ഇതിനെ അടച്ചു വയ്ക്കണം. ഒരു 15 മിനിറ്റ് ഇത് വേകാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം. തീ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കണം. എന്നിട്ട് ഒന്ന് തണുക്കുമ്പോൾ അതിൽ തേങ്ങ ചേർക്കാം. ഇത് ചൂടായതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ഇളക്കുന്നത്. ഇത് തണുത്ത് വരുമ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകത്തിൽ ആവുമ്പോൾ നമ്മൾ കയ്യിൽ എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് നമ്മൾ കുഴച്ച് കൊടുക്കണം നന്നായിട്ട്. എന്നിട്ട് ചെറിയ സൈസ് കൊഴുക്കട്ട ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉരുട്ടാം. അങ്ങനെ ഉരുട്ടി നമ്മൾ ആവിയിൽ ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇത് വേകുന്ന സമയത്തിന് ചട്നി ഉണ്ടാക്കാം. അതിന് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഗാർലിക് ഇട്ടു. പിന്നെ നമ്മൾ സവാള 1 സവാളയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് തുടക്കത്തിൽ ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ മുളക് പൊടിയാണ് ചേർത്തത്. നിങ്ങൾക്ക് വറ്റൽമുളകും ഒരു 4-5 വറ്റൽമുളക് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം. അതല്ല മുളകില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ടൊമാറ്റോ ഇട്ടു. 2 ടൊമാറ്റോ ആണ് ഞാൻ ചേർത്തത്. ഇതിനെ വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് ടൊമാറ്റോ വെന്ത് കിട്ടുമ്പോൾ നമുക്കതിനെ തണുപ്പിച്ചിട്ട് അരച്ചെടുക്കാം. കൊഴുക്കട്ട വെന്ത് കഴിഞ്ഞു. ഇനി അരച്ച ചട്നി നമുക്ക് കടുക് വറുത്തെടുക്കാം. ആദ്യം കടുക് ഇട്ടു, കുറച്ച് ജീരകം, പിന്നെ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, പിന്നെ കായപ്പൊടി കുറച്ചിട്ടാൽ മതി, കറിവേപ്പില,
പിന്നെ ഗാർലിക് ഒരു 2-3 അല്ലി ഗാർലിക് അതിനെ ഒന്ന് അതിൽ വറുക്കാൻ വേണ്ടി മാത്രം അതിനെ അരച്ചത് കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം, കൂടുതൽ തിളപ്പിക്കരുത്. ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളി ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയും ചട്നിയും റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുകയും ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.